നമുക്ക് ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചില്ല. നമുക്ക് ചിലപ്പോൾ ആർത്രൈറ്റിസ് കാണും, ചിലപ്പോൾ ഹാർട്ട് പ്രോബ്ലം കാണും, നമുക്ക് ലിവറിന് പ്രശ്നം കാണും. ജേക്കബങ്ങളുടെ ഹാർട്ട് ഒരു 5-6 റിപ്പയർ ചെയ്യാം. ആമേൻ, ആമേൻ. നമുക്കുണ്ടോ എന്നല്ല, പക്ഷെ ശക്തി അവനുണ്ട്. പക്ഷെ അത് നമുക്ക് വേണ്ടിയാ വ്യാപരിക്കുന്ന. അവന്റെ കയ്യിലുണ്ട് ശക്തി, അത് നമുക്ക് വേണ്ടിയാ വ്യാപരിക്കുന്ന. അതിന്റെ അളവറ്റ വലിപ്പം ഇന്ന് വരെ ആരും, ഒത്തിരി ഹോഴ്സ് പവർ ആളുകൾ പറയും, ഇത്ര CC ഉണ്ടെങ്കിൽ. ഞാൻ നിന്നെ കാണുന്നതിന് മുമ്പും കണ്ടതിന് ശേഷവും വാക്സാമർത്ഥ്യമുള്ളവനല്ല. അപ്പൊ മോശയുടെ സാമർത്ഥ്യം കൊണ്ടാണ് ചെങ്കടലിൽ പിളർക്കാൻ പോകുന്നത്. സ്തോത്രം. നിന്റെ വാചകടി കൊണ്ട് ഒന്നും നടക്കത്തില്ല. ആമേൻ, ആമേൻ. നമ്മുടെ വാചകമടിയല്ല, അവന്റെ ശക്തിയുടെ അളവറ്റകൾ. ആമേൻ. ഇന്നതെന്ന് നിങ്ങളൊന്ന് ഗ്രഹിക്കുക. എന്റെ പ്രാർത്ഥന ഇപ്പൊ അതാ. നീ സേവിക്കുന്ന ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും? മനുഷ്യർക്ക് അസാധ്യമാണെങ്കിൽ അവന് സാധ്യമാണ്. അതൊന്ന് ഗ്രഹിക്കാൻ എന്നെങ്കിലും നിനക്ക്. അതാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത് പ്രാർത്ഥിക്കണം, അതാ പ്രാർത്ഥിക്കണ്ടേ. ഇന്ന് വരെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാതെ എന്നും കുന്നും കഷ്ടവും പട്ടിണിയും എന്നും ഞെരുക്കവും പറഞ്ഞിങ്ങനെ പറയുന്നവരോട് പറയണേ, അവർക്ക് വേണ്ടി ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, അവരുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിച്ചിട്ട് ഇതിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം അവരൊന്ന് ഗ്രഹിക്കണേ. ആമേൻ. അടുത്തത് പറയാണ് 20ാമത്തെ വാക്യം. ഈ പറയുന്ന അളവറ്റ ശക്തി, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി, അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. ഈ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്ത് ചെയ്തു? യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന. ആമേൻ. അപ്പൊ വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ഈ ശക്തിയാ വ്യാപരിക്കുന്നെങ്കിൽ ഇന്ന് നീ ആയിരിക്കുന്ന ഏത് മണ്ഡലത്തിൽ നിന്നും ഇത് നിന്നെ പുറത്തു കൊണ്ടുവരത്തില്ലേ? ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. എന്തായിക്കൊള്ളട്ടെ, യേശുവിനെ നോക്കിക്കേ. കല്ലറയിൽ വെച്ച് റോമൻ ഗവൺമെന്റിന്റെ മുദ്രയിട്ട് കാവൽക്കാരെ ആക്കി വെച്ചിടത്ത് നിന്ന് അവൻ പുറത്തു വന്നെങ്കിൽ, അവനെ പുറത്ത് കൊണ്ടുവന്ന ആത്മാവിന്റെ ശക്തി നീ വിശ്വസിക്കുമെങ്കിൽ നിനക്ക് വേണ്ടിയും വ്യാപരിക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. അത് മനസ്സിലാക്കിയ പിന്നെ പോരാട്ടം പറയുമോ? ഇത് പിടികിട്ടാത്തവരാ പറയുന്ന പോരാട്ടമാ പാസ്റ്ററേ, എൻ്റെ ആൻറ്റി ഒന്ന് പ്രാർത്ഥിക്കണമേ. പോരാട്ടമാ, എനിക്ക് പോരാട്ടമാ, വീട്ടിൽ പോരാട്ടമാ, ബന്ധനമാ. ആമേൻ. ഈ ക്യാമ്പ് കഴിഞ്ഞ് ഒറ്റ ഒരുത്തനും ബന്ധനമായിട്ട് പോകരുത്. ആമേൻ. യേശുവിനെ കുറിച്ചുള്ള ആദ്യ പാഠങ്ങൾ വിട്ടിട്ട് അവനെക്കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തിക്കായിട്ട് അവനെക്കുറിച്ചുള്ള അറിവിന്റെ പെർഫെക്ഷൻ പൂർണ്ണതയിലേക്ക് നാം മാറിയിട്ട് വേണം ഇവിടുന്ന് പോകാൻ. അടുത്ത തലമുറ എന്നും പോരാട്ടമുള്ളവരല്ല, പോരാട്ടത്തെ തകർക്കുന്ന ഒരു തലമുറയെ തമ്പുരാൻ എഴുന്നേൽപ്പിക്കാൻ പോവുക. കഴിഞ്ഞ നാളുകളിൽ ദേശശക്തി നിന്റെ മേൽ ആധിപത്യം മുഖം വെച്ചെങ്കിൽ അടുത്ത തലമുറ ദേശത്തിന്റെ ആധിപത്യങ്ങളെ തകർത്തുകൊണ്ട് ഒരു കൂട്ടം ജനത്തെ പുറത്തു കൊണ്ടുവരുന്ന ഒരു തലമുറയെ തമ്പുരാൻ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ പെർഫെക്ഷനിലേക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു യോർദാൻ വിട്ട പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പോയതുപോലെ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന ഒരു നിറവോടുകൂടെ പോകാനൊക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഒഴിഞ്ഞവരായിട്ട് വന്നെങ്കിൽ നിറഞ്ഞവരായിട്ട് ഇവിടെ നിന്ന് മടങ്ങിപ്പോകണം. അതിനാണ് ഈ നിത്യതയിലേക്ക് ക്രിസ്തു. നോക്കിക്കേ, റോമാലേഖനം 8:11 പറയുന്നു, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉറപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിന്റെ മർത്യശരീരത്തെ ജീവിപ്പിക്കും. രോഗികളെ കടന്നു വന്നവര് രോഗസൗഖ്യം പ്രാപിച്ചു പോകണം. എന്ത് ബന്ധനമുണ്ടെങ്കിലും അതിനെ തകർത്ത് ആത്മാവിന്റെ ശക്തിയോടെ മടങ്ങിപ്പോകണം. അതിനുള്ള നോക്കിക്കേ, അവനെ കുറിച്ചുള്ള ഒരു അറിവുണ്ടെങ്കിൽ, അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിനക്ക് ഗ്രഹിക്കാൻ കഴിയുമെങ്കിൽ ഏതിന്റെ ഇടയിലാണെങ്കിലും അതിന്റെ ഇടയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. സന്തോഷമുണ്ടോ? കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. ഹല്ലേലൂയ.
അതിന് ക്യാമ്പ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും.